ഇത് ഇന്റർസിമംഗള കവുങ്ങൻ തൈയാണ് 3-ാം വർഷം കായ്ക്കുന്നത്. ഇത് നടുന്ന വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത്. 3-ാം വർഷം കായ്ക്കാൻ അടിവളം എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഇത് 1/2 മീറ്റർ ആഴം, 1/2 മീറ്റർ വീതി, അങ്ങനെ കുറച്ച് ഈർച്ചപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 4 കൊല്ലം പഴകിയ ഈർച്ചപ്പൊടി 2 ചെറിയ ബക്കറ്റ് ചേർത്ത് കൊടുത്തു. ചകിരിച്ചോറുണ്ടെങ്കിൽ അത് മതി, ധാരാളം. അല്ലെങ്കിൽ ഉമി ചേർത്ത് കൊടുക്കാം. ഞങ്ങൾ തെങ്ങെല്ലാം വെക്കുന്ന അതേമാതിരി തന്നെ ഉമിയോ ഒന്നുമില്ലെങ്കിൽ ഒരു 2 കിലോ പൂഴി പോലെ ചേർത്ത് കൊടുക്കും. വേര് പെട്ടെന്ന് ഇറങ്ങാനാണ് മണ്ണിലേക്ക് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് ഈർച്ചപ്പൊടിക്കും ചകിരിച്ചോറെല്ലാം നല്ല വളമല്ലേ, പൂഴി വേരിറക്കത്തിന് നല്ലതാണ്. നമുക്കുണ്ടെങ്കിൽ ഒരു കൈപ്പിടി ഉപ്പും ചേർത്ത് കൊടുക്കുക. ഉപ്പ്, വെണ്ണീർ, ഇനി കുമ്മായി ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം ചേർത്ത് കൊടുത്തില്ല, കുഴി ഇപ്പോൾ തന്നെ കൊത്തിയതാണ്. ഇപ്പം തന്നെ നട്ടു കൊടുക്കുന്നത് കൊണ്ട് കുമ്മായം ഇപ്പം തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ചിരട്ട കുമ്മായം, ചെറിയൊരു ചിരട്ടയിൽ. ഇത് ജൈവവളം, കിലോ 6 രൂപക്ക് വാങ്ങിയ ജൈവവളമാണ്. ഇത് ചെറിയൊരു ബക്കറ്റ് ഇട്ട് കൊടുത്തു. എല്ലുപൊടി ഒരു ചിരട്ട, വേപ്പും പിണ്ണാക്ക്, കുമ്മായം വളരെ കുറച്ചിടുന്നു. നമ്മുടെ കവുങ്ങ് നടീൽ ഇവിടെ പൂർത്തിയായി. ഇനി വേണമെങ്കിൽ 2 ആഴ്ചയെല്ലാം കൂടുമ്പം ജൈവ സ്ലറി വേണമെങ്കിൽ കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതി. വീട്ടിൻ്റെ അടുത്തായത് കൊണ്ട്. അല്ലാണ്ട് തന്നെ ഇത് ഓടും, വളർച്ച അത്രയും സ്പീഡിലായിരിക്കും. വീഡിയോ കവുങ്ങൻ തൈ നടുന്നവർക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. നല്ലൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം.